ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 64-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അവസാനം ചോദിച്ചു, എന്താണ് ജന്മം? മറുപടി പറഞ്ഞു, വിഷയസംഗമാണ് ജന്മം. രണ്ടാം ജന്മം അഥവാ അനന്തര ജന്മം എന്താണ് ഒരാളുടെ? അവിടെ മറുപടി പറഞ്ഞു, പുത്രനാണ്. പുത്രൻ എന്നുള്ളതിനെ പുത്രി എന്നും മനസ്സിലാക്കാം, മക്കളെന്നർത്ഥം. മക്കളിലൂടെ, തലമുറകളിലൂടെ നമ്മൾ ജീവിക്കുന്നു എന്ന് തത്വം. അത് പ്രായേണ പ്രവൃത്തി മാർഗത്തിൽ തുടരുന്നവരുടെ, വിശേഷിച്ച് ഗൃഹസ്ഥാശ്രമികളുടെ ഒരു വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. തുടർന്ന് കോ പരിഹാര്യോ മൃത്യു കുത്ര പദം വിന്യസേച്ഛ ദൃക്പൂതേ കഹ അപരിഹാര്യഃ. ഇതാണ് ചോദ്യം. കഹ അപരിഹാര്യഃ, പരിഹരിക്കാൻ കഴിയാത്തത് എന്താണ്? ഒരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയാത്തത്, ഇല്ലാതാക്കാൻ കഴിയാത്തത്, അതാണ് പരിഹരിക്കാൻ കഴിയാത്തത്. എന്ത്? മറുപടി മൃത്യുഹു, മരണം. ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു, ജനിച്ചവന് മരണമുറപ്പാണ്. സുഖമുണ്ടാവുമോ ദുഃഖമുണ്ടാവുമോ അഥവാ രോഗം ഉണ്ടാവുമോ ഉണ്ടാവില്ലേ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായ ഭേദങ്ങളുണ്ടാവാം. പക്ഷെ ജനിച്ചാൽ മരിക്കുമെന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല. അതില്ലാതാക്കാനും കഴിയില്ല, ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാനും കഴിയില്ല. അതിൽ നമുക്ക് നിയന്ത്രണമില്ല. നേരത്തെ ചിന്തിക്കേണ്ടായി, കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാരബ്ധം തൊടുത്തു വിടപ്പെട്ട അമ്പ് പോലെയാണ്. ഇനി അതിൽ നിയന്ത്രണമില്ല. പ്രാരബ്ധാനുസൃതമാണ് ജീവിതം. അപ്പോൾ അതിൻ്റെ അന്ത്യമായിട്ട് മൃത്യു, മരണം, അത് യാതൊരു തരത്തിലും മാറ്റാൻ കഴിയാത്തതാണ്. ഇവിടെ പുരുഷാർത്ഥങ്ങളെ ചിന്തിച്ച് ജീവിത ക്രമീകരണം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് മരണം അനിവാര്യമാണ്, നിശ്ചയമായി വന്നു ചേരും, അപരിഹാര്യമാണ്. ഈയൊരു ബോധം യൗവനത്തിൽ തന്നെ സാധനാമാർഗത്തിൽ പ്രവർത്തിക്കാൻ പ്രേരകമാണ്. കാരണം ഈ ശ്രേഷ്ഠതമമായ ഏറ്റവും വിലയേറിയ മനുഷ്യജന്മം നമുക്ക് ലഭിച്ചു. ഇത് വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. തൻ്റെ ജന്മലക്ഷ്യത്തെ പ്രാപിക്കണം. മരണം സുനിശ്ചിതമാണ്. അതിനു മുമ്പ് ജന്മലക്ഷ്യത്തെ പ്രാപിക്കണം, അതിനുള്ള ജീവിതക്രമം നയിക്കണം എന്നൊരു സന്ദേശം തദ്വാര ഉപാസനാനിഷ്ഠയിലേക്ക് പ്രേരണ എല്ലാം നൽകുന്ന ഒരു ചിന്തയാണ്. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്തതാണ് മൃത്യു എന്നത്. തുടർന്ന് അടുത്ത ചോദ്യം, കുത്ര പദം വിന്യസേത്. കുത്ര പദം വിന്യസേത്, എവിടെയാണ് കാല് വയ്ക്കേണ്ടത്? പദം വിന്യസേ എന്ന് പറഞ്ഞാൽ കാല് വയ്ക്കുക, അതായത് നടക്കുക, സഞ്ചരിക്കുക. എവിടെയാണ് കാല് വയ്ക്കേണ്ടത്? സഞ്ചരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, ഓടുന്ന സമയത്ത്. അതുപോലെ ജീവിതയാത്രയിൽ ഓരോ സന്ദർഭത്തിലും എങ്ങോട്ടാണ് താൻ പാദമൂന്നേണ്ടത്? ഇതാണ് ചോദ്യം. മറുപടി ദൃക്പൂതേ. ദൃക്പൂതേ, ദൃക്പൂതമായ സ്ഥാനത്തിൽ. ദൃക്പൂതെന്ന് പറഞ്ഞാൽ ദർശനം കൊണ്ട് പരിശുദ്ധമായ സ്ഥാനത്ത്.
കാഴ്ച കൊണ്ട് ശുദ്ധമായ സ്ഥാനത്ത് എന്ന് വെച്ചാൽ നോക്കിയേ നടക്കാവൂ എന്നർത്ഥം. എവിടേക്കാണ് താൻ കാല് വയ്ക്കുന്നതെന്ന് നോക്കി അവിടെ അപകടങ്ങളൊന്നുമില്ല, അവിടെ മുള്ളില്ല, അവിടെ കുഴിയില്ല, അവിടെ കല്ലില്ല, അല്ലെങ്കിൽ അവിടെ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ദൃക്പൂതമായ നോക്കുന്നതിലൂടെ പരിശുദ്ധിയെ പ്രാപിച്ച സ്ഥലത്ത് മാത്രമേ കാല് വയ്ക്കാൻ പാടുള്ളൂ. ഇത് കേവലം നടക്കുന്നതിനെയോ ഓടുന്നതിനെയോ സംബന്ധിച്ച് മാത്രമല്ല. നമ്മുടെ വിലയേറിയ ഈ ജീവിതത്തിൽ അനുനിമിഷം നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മുടെ ഓരോ കാൽവെപ്പുകളും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് നാളെ ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതും ദൃക്പൂതമായ രീതിയിലായിരിക്കണം. നിരീക്ഷിച്ച് ശുദ്ധമാണ്, നല്ലതാണ് എന്ന് ബോധിച്ചിട്ടേ എന്തും ചെയ്യാവൂ. നടക്കുന്നത് നോക്കിയേ നടക്കാവൂ. ഇത് നിർബന്ധമാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ. അപ്പോൾ കുത്രപദം വിന്യസേത്, മറുപടി ദൃക്പൂതേ. തുടർന്ന് പാത്രം കിമന്നദാനേ ക്ഷുധിതം കോർച്ച്യോ ഹി ഭഗവദവതാരഃ കശ്ച ഭഗവാൻ മഹേശഃ ശങ്കരനാരായണാത്മൈകഃ. പാത്രം കിമന്നദാനേ ക്ഷുധിതം കോർച്ച്യോ ഹി ഭഗവദവതാരഃ കശ്ച ഭഗവാൻ മഹേശഃ ശങ്കരനാരായണാത്മൈകഃ. ചോദ്യം: അന്നദാനേ കിം പാത്രം? അന്നദാനത്തിൽ എന്താണ് പാത്രം? കഹ അർച്ച്യഃ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ആരാണ് അർച്ചിക്കപ്പെടേണ്ടത്? മൂന്നാമത്തെ ചോദ്യം: കശ്ച ഭഗവാൻ? ആരാണ് ഭഗവാൻ? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അവയെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.